പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഈ വരുന്ന 2024 ഒക്ടോബർ ബാച്ച് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടാണ്. പ്രാക്ടിക്കൽ എക്സാം നടക്കുന്നത് സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 7 വരെയുള്ള ഡേറ്റിൻ്റെ ഇടയിലാണ് നടക്കുന്നത്. ഓക്കെ, പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് NISൻ്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് ലാമിനേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രാക്ടിക്കൽ എക്സാമിന് പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ടത് ഒന്ന് പ്രാക്ടിക്കൽ റെക്കോർഡ് മസ്റ്റാണ്. NISൻ്റെ ID കാർഡ് കളർ പ്രിൻ്റ് ലാമിനേഷൻ ചെയ്തത്, പിന്നെ ആധാർ കാർഡ്, പിന്നെ പ്രാക്ടിക്കലായിട്ടുള്ള ഹാൾ ടിക്കറ്റ് കമ്പൽസറി ആണ്. പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിന് സെൻറ്ററിലേക്ക് വിളിച്ച് അന്വേഷിക്കണം. ഫസ്റ്റ് എക്സാം ഇപ്പോൾ 28-23 ആണെങ്കിൽ എൻ്റെ എക്സാം അതിൽ 20-ാം തീയതി ആണോ, 21 ആണോ, 22 ആണോ, 23 ആണോ, അതിൻ്റെ സമയം എപ്പോഴാണെന്ന് നേരത്തെ അന്വേഷിക്കണം. അല്ലാതെ നമ്മൾ 28-23 എന്ന് പറയുമ്പോൾ അതിൽ ഇഷ്ടമുള്ള ഡേറ്റ് നമ്മൾ പോകുക എന്നുള്ളതല്ല. ഓക്കെ, അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ അടുത്ത എക്സാം 24-27 ഇടയിൽ ഏത് ഡേറ്റ് ആണ്, അങ്ങനെ ഓരോന്നിൻ്റെയും ഡേറ്റ് നമ്മൾ വിളിച്ച് അന്വേഷിക്കണം. വിളിച്ചാൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ പോയി നേരിട്ട് അന്വേഷിക്കേണ്ടതാണ്. പ്രാക്ടിക്കൽ എക്സാം മസ്റ്റായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യാതെ തിയറി എക്സാം മാത്രം അറ്റൻഡ് ചെയ്താൽ പാസ്സാവില്ല. അതേപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ 50% മാർക്ക് നിങ്ങൾക്ക് മുമ്പ് നടന്ന PCP ക്ലാസ്സിന് ലഭിച്ചിട്ടുണ്ടാവും. ബാക്കി വരുന്ന 50% മാർക്ക് ഇനി അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ്സിനാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ചോദിക്കുക. നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 9037114679. ഓക്കെ, താങ്ക് യു.